ഏതെങ്കിലും 10 പേര് മാർക്ക് ഇടുന്നതല്ല ഒരു അവാർഡ്. നമുക്ക് കഴിഞ്ഞ നാഷണൽ അവാർഡ് നമ്മൾ കണ്ടതാണ്. അത്രയും തരം താഴ്ന്ന ഒരു അവാർഡായിരുന്നു ഒരു കൊടുത്തത്. ഓരോ പടങ്ങളായാലും കഴിവുള്ള നടന്മാരൊക്കെയാണ്. പക്ഷേ ഇവരിതിന് നല്ല പടങ്ങൾ ചെയ്തിട്ട് കൊടുത്ത അവാർഡ് കാര്യങ്ങൾ കേരള സ്റ്റോറി. അപ്പോൾ അതിനൊക്കെ അവാർഡ് കൊടുത്ത കാര്യം നമുക്കറിയാം. അത്രയും എന്താ പറയുക മോശമായ പാനൽ, കാരണം വർഗീകരിക്കപ്പെട്ടൊരു പാനൽ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം കേരള സ്റ്റോറിക്കൊക്കെ അവാർഡ് കൊടുത്ത് നമ്മൾ കണ്ടാണ്. പിന്നെ പല പടങ്ങൾക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. മേജർ രവി പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് മേജർ രവി വേറെ അഭിമുഖത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് മെലിഞ്ഞ് അഭിനയിച്ചുകൊണ്ട് അവാർഡ് കിട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും കേരള സ്റ്റോറിക്ക് എന്താ കൊടുത്തത്, അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇയാളുടെ പൊളിറ്റിക്സ് വ്യക്തമായി അറിയാം. അയാളുടെ പൊളിറ്റിക്സ് എന്താണ്. അയാൾ എമ്പുരാൻ്റെ കുറിച്ച് പറഞ്ഞതും മല്ലിക സുഖനായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ആദ്യം മുതലെടുക്കണം. ഉണ്ണിമൂന്നുള്ള വിഷയങ്ങളൊക്കെ അറിയാം. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നതിൽ നിലപാടില്ലാത്ത വ്യക്തി അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് അഭിനയിച്ച പടത്തിന് അവാർഡ് ഇയാൾ അംഗീകരിച്ച് പൃഥ്വിരാജ് ആ മാർക്ക് വേണ്ട, നമുക്ക് അവർ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇയാൾ മെലിഞ്ഞ് അഭിനയിച്ചുകൊണ്ട് അവാർഡ് കൊടുക്കാൻ പറ്റില്ല. വേറെ 500ഓളം പടങ്ങൾ പോയിട്ടുണ്ടെന്ന്.